യെസ്, T20 ലോകകപ്പ് നേടിയതിനു ശേഷം സഞ്ജു സാംസൺ തിരുവനന്തപുരത്തേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ജന്മനാട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. സർക്കാർ വലിയ സ്വീകരണം സഞ്ജുവിന് ഒരുക്കിയിരിക്കുന്നു. മന്ത്രി ബി ശിവൻകുട്ടി വിമാനത്താവളത്തിൽ വെച്ച് സഞ്ജുവിനെ സ്വീകരിക്കുകയാണ്. നമുക്ക് ഇന്നലത്തെ പ്രകടനം അത് ഒരിക്കൽ കൂടി ഓർമ്മ വരികയാണ്. സഞ്ജുവിന്റെ ഇന്നിംഗ്സിന്റെ ബലത്തിൽ ഇന്ത്യ ഒരിക്കൽ കൂടി T20 കിരീടത്തിൽ മുത്തമിടുന്നു. മൂന്നാം T20 ലോക കിരീടമാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. അതിൽ സഞ്ജുവിന്റെ പങ്ക് അത് നിർണായകമായിരുന്നു. സഞ്ജുവിന്റെ 89 റൺസിന്റെ ഇന്നിംഗ്സ്, ഒപ്പം ഒരു ഗംഭീര തിരിച്ചുവരവ് ഈ ടൂർണമെന്റിലുടനീളം. അത് കേരളത്തിലും ഒപ്പം രാജ്യത്തുടനീളം ഒരേയൊരു പേര് ഈ T20 ലോകകപ്പിന് ശേഷം പറയുന്നു, അത് സഞ്ജു സാംസൺ എന്ന ഒരേയൊരു പേര്. ആ ആവേശം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇന്നലെ രാത്രി മുതൽ നമ്മൾ കണ്ടു. അതിനാണ് ഇപ്പോൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വലിയ സ്വീകരണം സഞ്ജു സാംസണ് ഒരുക്കിയിരിക്കുന്നത്. കാത്തിരിക്കുന്ന ആരാധകരുണ്ട്, ഒപ്പം സർക്കാരുണ്ട്. നേരത്തെയും സർക്കാർ വലിയ സ്വീകരണം സഞ്ജുവിന് ഒരുക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ മന്ത്രി വി ശിവൻകുട്ടി സഞ്ജുവിനെ സ്വീകരിക്കുകയാണ്. എല്ലാവർക്കും എനിക്ക് ധന്യവാദം പറയാം. യെസ്, എല്ലാവർക്കും നന്ദി എന്നാണ് അദ്ദേഹം ഏറ്റവും ഒടുവിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അക്ഷയ കൃഷ്ണാനന്ദ് ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. അക്ഷയ, സഞ്ജുവിന് വലിയ സ്വീകരണമാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ സർക്കാർ ഒരുക്കിയിരിക്കുന്നത്, അല്ലേ? ഈ ശിവൻകുട്ടിയും അതുപോലെ തന്നെ ജില്ലയുടെ CPM-ന്റെ ചാർജുള്ള AR റഹീമും MP-യുമായിട്ടുള്ള AR റഹീമുമാണ് ഇപ്പോൾ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയിട്ടുള്ളത്. അഹമ്മദാബാദിൽ നിന്ന് പ്രത്യേക വിമാനത്തിലാണ് സഞ്ജു വി സാംസൺ തിരുവനന്തപുരത്തേക്ക് എത്തിയത്. ഇനി കവടിയാറിലെ അദ്ദേഹത്തിന്റെ വസതിയിലേക്കാണോ അതോ വിഴിഞ്ഞത്തെ വസതിയിലേക്കാണോ പോവുക എന്നുള്ള ഒരു കാര്യത്തിൽ അവിടെ അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. ഏറെ സന്തോഷമെന്നാണ് സഞ്ജു സാംസൺ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ആ ഒരു ഇന്നിംഗ്സ്, അതായത് ഇന്ത്യക്ക് വേണ്ടി കളിച്ച ആ ഒരു ഇന്നിംഗ്സുകൾ ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല. അത്രയേറെ ഭംഗിയായിട്ടുള്ള ഒരു സ്വീകരണം തന്നെയാണ് ഇവിടെ വെച്ച് ഈ ഒരു തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ച് അവരുടെ ആരാധകർ നൽകിയിട്ടുള്ളത്. വലിയൊരു ജനക്കൂട്ടമായിരുന്നു നമുക്കിവിടെ കാണാൻ കഴിഞ്ഞിരുന്നത്. മന്ത്രി ബി ശിവൻകുട്ടി സഞ്ജു വി സാംസണെ സ്വീകരിക്കാൻ എത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും സർക്കാരിന്റെ ഔദ്യോഗികമായിട്ടുള്ള സ്വീകരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഇന്ന് അദ്ദേഹത്തിന്റെ സഞ്ജുവിന്റെ അച്ഛനെ കാണുമെന്നായിരുന്നു പറഞ്ഞത്. എന്തായാലും ഇന്ന് തന്നെ സഞ്ജുവിനെ കണ്ട് ആ കാര്യത്തിലൊരു തീരുമാനം പിന്നീടായിരിക്കും സർക്കാർ വ്യക്തമാക്കുക. അനീഷ, ഏതായാലും T20 ലോക കിരീടം നേടിയതിന്റെ സന്തോഷം അത് രാജ്യത്തുടനീളം ആഘോഷിക്കപ്പെടുകയാണ്. അതിലൊരു മലയാളി മുത്തം കൂടി വരുമ്പോൾ അത് കേരളക്കരയ്ക്ക് ഒരു അഭിമാനം കൂടിയായി മാറുകയാണ്.